Korasi kala berdike rasyandare bishi koraba korasi kara berdike kartave hallelujah hallelujah. ഞാൻ നേരെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇടയ്ക്ക് ഗൂഗിൾ മീറ്റ് എറർ കാണിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ അവിടെ തന്നെ നിന്നോളുക. എന്തോ ഗൂഗിളിന്റെ എററാണ്. ഇടയ്ക്ക് എറർ വന്നാലും വീണ്ടും കയറിക്കോളൂ കേട്ടോ. ഞാൻ വചനം തുടങ്ങുവാണ്. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. കർത്താവ് രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾ വചനം ധ്യാനിക്കുവാൻ പോകുന്നു. അങ്ങ് തന്ന സങ്കീർത്തനം 11 ഞങ്ങൾ വചനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് സംസാരിക്കണമേ. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഹല്ലേലൂയ. നാവോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 11 ഹല്ലേലൂയ. കഴിഞ്ഞ ചൊവ്വാഴ്ച പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ട ഒരു വചനമാണ്. ഹല്ലേലൂയ. അത് അപ്പോൾ തന്നെ കഴിഞ്ഞ മുന്നിലത്തെ ദിവസം നമ്മൾ ട്യൂസ്ഡേ ശുശ്രൂഷിച്ചപ്പം നമ്മൾ 51 സങ്കീർത്തനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ ആക്ച്വലി പുതിയ നിയമത്തിൽ നിന്ന് ശുശ്രൂഷിക്കാനായിരുന്നു എനിക്ക് അപ്പോഴും ആത്മാവിൽ തോന്നിയിരുന്നു. പക്ഷെ പെട്ടെന്ന് കർത്താവ് 2 പ്രാവശ്യം സങ്കീർത്തനം 11 ശുശ്രൂഷിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ദൈവമക്കളെ ഇന്ന് 11ാമത്തെ സങ്കീർത്തനം നമുക്ക് വേഗം ധ്യാനിക്കാം. അതിങ്ങനെയാണ്: ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിൽ പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ഹല്ലേലൂയ. ലാസ്റ്റ് വർഷം പറഞ്ഞ യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവന്റെ മുഖം കാണും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ഹല്ലേലൂയ ദാവീദ് നമുക്കറിയാം ശൗലിനെ ഹല്ലേലൂയ ഭയന്ന് ഹല്ലേലൂയ താൻ ഓടുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയും എവിടെ പോയി തന്റെ ജീവനെ രക്ഷിക്കാനായിട്ട് ഓടുന്നതായിട്ട് ആ സമയത്ത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 11ാമത്തെ സങ്കീർത്തനം. ഇതിന് സ്ഥിരമാനസന്റെ സങ്കീർത്തനം എന്നൊരു പേർ കൂടി ഈ സങ്കീർത്തനത്തിന് ഉണ്ട്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ശരിക്കും പറയുന്നത് പല സമയങ്ങളിൽ നമ്മുടെ മനസ്സ് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാങ്ങണ തിരിയുന്നത് പോലെ തിരിയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം നമ്മൾ ക്രിസ്തുവിൽ ആണെങ്കിൽ, നമ്മുടെ മനസ്സ് ക്രിസ്തുവിൽ ഉറച്ചാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, നമ്മുടെ ഏത് വിഷയത്തിന്റെ നടുവിലും ഹല്ലേലൂയ നമ്മുടെ മനസ്സ് ഉറപ്പോടെ നിൽക്കും. നമ്മുടെ മനസ്സ് ഉറപ്പോടെ നിന്നാൽ ദൈവമക്കളെ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ വീണു പോവുകയില്ല. നമ്മൾ വിശ്വാസത്തിൽ ശക്തിയോടെ ഉറച്ചു നിൽക്കുമ്പോൾ ആ പ്രതികൂലത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഉറച്ചു നിന്നാൽ നമ്മൾ ദൈവത്തിന്റെ ആളിലെ വീര്യപ്രവർത്തികളെ കാണും. അവിടെ നമുക്കാണ് ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. അത് ദാവീദിന്റെ ഒരു തീരുമാനമാണ്. എന്താണ് ആ തീരുമാനം? തന്റെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്നുള്ള തീരുമാനമാണ്. അവിടെ പറയുന്നു തന്റെ ഈ പ്രതികൂല സാഹചര്യത്തിൽ തന്നെ ശത്രു ഓടിക്കുവാണ്. ആ സമയത്ത് ദാവീദിനോട് ദാവീദിന്റെ പ്രിയപ്പെട്ടവർ കൂടെ നിൽക്കുന്നവർ പറയുക, ദാവീദേ നീ എവിടെയെങ്കിലും പോയി ഒളിക്കുക. അല്ലെങ്കിൽ അവൻ ആ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ശത്രു ഹല്ലേലൂയ എന്താ പറയാ വില്ല് കുലച്ച് അസ്ത്രന്മേൽ ഞാണിന്മേൽ തൊടുക്കുന്നു. എന്തിനാണ്? ഏത് സമയത്തും ആ അറ്റാക്ക് ദാവീദിന്റെ മേൽ ഉണ്ടാകും. അതുകൊണ്ട് ശത്രു പറഞ്ഞു നീ പോയി ഒളിക്ക്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യം പല വഴികൾ നമ്മൾ കണ്ടെത്തും. നമുക്കറിയാം എന്റെയൊക്കെ പ്രതികൂല അവസ്ഥകളെ
പലരും നമ്മളെ ഉപദേശിക്കാൻ വരും. പലരും നമുക്ക് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ ദേവദാസന്റെ അടുത്ത് പോയാൽ മതി, അല്ലെങ്കിൽ ഇത്ര സമയം ഉപവസിച്ചാൽ മതി. അങ്ങനെ പല 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 ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. അതുപോലെ ദാവീദിന്റെ അടുത്തും ഇതുപോലുള്ള ചിന്തകൾ കൊണ്ടുവന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ പക്ഷിയെപ്പോലെ ഹല്ലേലൂയ ഇതിൽ നിന്ന് ഞാൻ ഓടിപ്പോകത്തില്ല. ഞാൻ ശരണമാക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ആ കർത്താവിൽ എനിക്ക് വേണ്ടി രക്ഷയ്ക്കായി ഇറങ്ങി വരും. ആ കർത്താവിൽ നിന്ന് ഞാൻ എവിടെയും ഓടിപ്പോകത്തില്ല. ഹല്ലേലൂയ, ഇത് നീതിമാന് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ് ദൈവമക്കളെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സിറ്റുവേഷൻസിന്റെ നടുവിൽ നമുക്ക് ഓടി ഒളിക്കാൻ ഒരു പ്രവണത ഉണ്ടാകും. ഹല്ലേലൂയ, നമ്മൾ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിന്റെ നടുവിൽ ദൈവം നമ്മളെ നിർത്തുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ കുറ്റങ്ങൾ കൊണ്ട് നമ്മുടെ പാപം നിമിത്തം വരുന്ന ഒരു പ്രതികൂലത്തെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. അവിടെ ദാവീദ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ദാവീദ് ഹൃദയപ്രകാരം, ദൈവത്തിന്റെ ഹൃദയപ്രകാരം കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസൻ. എന്നിട്ട് അവൻ ആ ദാവീദിന്റെ മേലുള്ള അഭിഷേക മുഖാന്തരം ശൗൽ ഏത് സമയം ദാവീദിന്റെ പുറകെ ഹല്ലേലൂയ തന്നെ ആക്രമിക്കാനായിട്ട്, ഹല്ലേലൂയ അറ്റാക്ക് ചെയ്യാനായിട്ട് ഏത് സമയവും ദാവീദിന്റെ പുറമെയാണ്. ഹല്ലേലൂയ, നമ്മൾ നെഹമ്യാവിന്റെ ഹല്ലേലൂയ ആ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണാം, കുറെ ആൾക്കാർ നെഹമ്യാവിനോട് വന്നിട്ട് പറയുക, ഹല്ലേലൂയ ഈ മതില് പണിയ നീ ഒരുത്തൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ഹല്ലേലൂയ, ഈ സമയത്ത് നീ ഇവിടെ നിന്ന് ഓടിപ്പോ. ഹല്ലേലൂയ, ഈ മതില് ഇടിഞ്ഞു കിടക്കുന്ന മതില് പണിയുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, നമ്മുടെ നെഹമ്യാവിന്റെ അധ്യായം 6-ാം അധ്യായം 10-ാം നമ്മൾ വായിക്കുമ്പോൾ നെഹമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നീ ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ, പ്രയാസത്തിന്റെ, വേദനയുടെ നടുവിൽ കർത്താവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്ദേശത്തിന്റെ നടുവിൽ, പർപ്പസിന്റെ നടുവിൽ, ഹല്ലേലൂയ, അയ്യോ കർത്താവേ എനിക്കിതിനൊന്നും കഴിയത്തില്ല, ഇതിനെ എനിക്ക് ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല, ഹല്ലേലൂയ, നീ ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ആ പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു വലിയ വഴി ഒരുക്കുവാൻ പോകുന്നു. എത്ര പേർ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു? നമ്മളായിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവ് ഒരു വലിയ പദ്ധതി നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, നമുക്കറിയാം ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരാൾ പാപം ചെയ്താൽ ഓടി ഒരു സങ്കേത നഗരത്തിൽ പോയി ഒളിക്കും. ഹല്ലേലൂയ, ആ സങ്കേത നഗരത്തിൽ പോയി ഒളിക്കുന്ന വ്യക്തിയെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, നമ്മുടെ സദൃശ്യ വാക്യങ്ങൾ ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. നമുക്കറിയാം പത്രോസ്, ഹല്ലേലൂയ, പത്രോസ് കർത്താവിന്റെ കൂടെ നടന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടതാണ്. പല സമയവും സംശയവും ഭയവും ഒക്കെ പത്രോസിനെ മൂടിയത് കാരണം പത്രോസിന് പലപ്പോഴും കർത്താവിനെ തള്ളി പറയേണ്ടി വന്നു. പല സമയങ്ങളിൽ അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പോലും പത്രോസിന് പറയേണ്ടി വന്നു. ഹല്ലേലൂയ. 1 ശമൂവേൽ 23:14 നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ഓരോ ദിവസവും ശൗൽ ഇങ്ങനെ ഹല്ലേലൂയ ദാവീദിന്റെ പുറകെ എങ്ങനെ ദാവീദിനെ തീർക്കണം. ഹല്ലേലൂയ. പക്ഷേ ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവാണ് എന്റെ റെഫ്യൂജ്, കർത്താവാണ് എന്റെ ഡിഫൻസ്, കർത്താവാണ് എന്റെ ഷീൽഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലെ ഹല്ലേലൂയ ദൈവമക്കളെ ഒരു പ്രതികൂലത്തിനും ഒരു ഹല്ലേലൂയ ശത്രുവിന്റെ അറ്റാക്കിനെ അവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീതിമാൻ ശാശ്വതമായ അടിസ്ഥാനമുള്ളവരാണ്. ഹല്ലേലൂയ. നീതിമാൻ ശാശ്വതമായ അടിസ്ഥാനമുള്ളയാളാണ്. അടിസ്ഥാന
അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അടിസ്ഥാനമാണ് നമ്മളെ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ നീതിമാന്റെ ശാശ്വതമായ അടിസ്ഥാനമുള്ളവനാണ്. നമുക്ക് ശാശ്വതമായ ഒരു പാറ അടിസ്ഥാനമായി ഉള്ളതിനാൽ യേശു ക്രിസ്തു എന്ന ഹല്ലേലൂയ അടിസ്ഥാന കല്ലിന്മേലാണ് നമ്മൾ പണിതിരിക്കുന്നത് മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പർവ്വതങ്ങൾ മാറിപ്പോ, കുന്നുകൾ നീങ്ങിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. അത് നിവർത്തിയാകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഓ റിക്കോ റസിഖാലബ. സോ ഇവിടെ ദാവീദ് ഹല്ലേലൂയ, ഇവിടെ ദൈവം ഈ 11-ാം സങ്കീർത്തനത്തിലൂടെ 7 കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. 1, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. 2, ദൈവത്തിന്റെ വിശ്വസ്തത. 3, ദൈവത്തിന്റെ സോവർണിറ്റി. ഹല്ലേലൂയ. 4, omniscience. 5, sanctification. 6, justice. 7, സ്നേഹം. ഹല്ലേലൂയ. ഇവിടെ ദാവീദിന്റെ ഹല്ലേലൂയ ആദ്യമായി നമുക്കറിയാം, when you are attacked, ഹല്ലേലൂയ, നമ്മൾ ഒരു അറ്റാക്കിൽ നമ്മൾ ആകിപ്പോയാലും അവിടെ നമ്മളെ രക്ഷകനായി, നമ്മുടെ റെഫ്യൂജായി, നമ്മുടെ പ്രൊട്ടക്ഷനായി സ്വർഗ്ഗത്തിലെ കർത്താവ് ഇറങ്ങി വരും ദൈവമക്കളെ. രണ്ടാമതായി ഹല്ലേലൂയ ദാവീദിന്റെ കൂട്ടുകാർ വന്ന് ദാവീദിനോട് പറയുകയാണ്, നീ ഓടി ഒളിക്കുക എന്ന് പറയുമ്പോൾ ദാവീദിന്റെ ഫെയ്ത്തിന്റെ ഫൗണ്ടേഷൻ നോക്കിക്കേ. ഹല്ലേലൂയ. ദാവീദിന് അറിയാം, തന്നെ കഴിഞ്ഞ നാളിൽ ഈ ശത്രുവിന്റെ അറ്റാക്കിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, താനായിരുന്ന കാട്ടിലായിരുന്നപ്പോഴൊക്കെയും തന്നെ പ്രൊട്ടക്ട് ചെയ്ത ഒരു ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, I will never leave you nor forsake you. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ റീഅഷ്വറൻസ് ആണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ God is still on the throne. ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്നു. God is watching. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, God is watching everything. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്ന അവസ്ഥയിൽ, എത്ര ഭയപ്പെടേണ്ട എന്ന വാക്ക്, ആ വചനം നമുക്ക് 365 പ്രാവശ്യം നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. So when you are fearful, ഹല്ലേലൂയ, നമ്മൾ ഓർക്കണം, ആ കർത്താവേ, ഞാൻ ഈ ഭയപ്പെടുന്ന, ഞാൻ ഈ വേദനിക്കുന്ന, ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥയുടെ നടുവിൽ എന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. God is watching over me. അഞ്ചാമത്, in response to their trial, ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവ്, God is testing both the righteous and the wicked. ഹല്ലേലൂയ. നീതിമാനെയും ദൈവം ടെസ്റ്റ് ചെയ്യും ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ എത്ര വിശ്വാസത്തോടെ, എത്രമാത്രം നമ്മൾ ദൈവത്തെ ആശ്രയിക്കും, എത്രമാത്രം ദൈവത്തിൽ നമ്മൾ ഹല്ലേലൂയ ഫോക്കസ് ചെയ്യും. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ്, പക്ഷെ ആ ട്രയലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിലൂടെ ഒരു ശുദ്ധീകരണം നടക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പണി നടക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമോ നമുക്ക് വിരോധമായിരിക്കുന്ന എനിമിയെ കർത്താവ് ജഡ്ജ് ചെയ്യും. അതുകൊണ്ടാണ് ബാറ്റിൽ, ഹല്ലേലൂയ, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ഈ പ്രതികൂലങ്ങളുടെ നടുവിലെല്ലാം പോകുമ്പോൾ നമുക്ക് റെഫ്യൂജായി, നമുക്ക് പ്രൊട്ടക്ഷനായി നമുക്ക് കർത്താവുണ്ട്. ഹല്ലേലൂയ. സോ ദാവീദ് തിരിച്ച് തന്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, ഹല്ലേലൂയ, God is my refuge, God is my protector. ഹല്ലേലൂയ. എന്നെ കർത്താവ് വിടുവിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവന്റെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന, യഹോവൻ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവന്റെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കർത്താവിന്റെ വചനം പറയും, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ഓ റിബാരാ ഷേക്കോ റസിഖാലാബ, ദൈവത്തിലാണോ നമ്മുടെ ആശ്രയം? ഹല്ലേലൂയ. കർത്താവിലാണോ നമ്മുടെ ആശ്രയം? God is our shield, God is a refuge. ഹല്ലേലൂയ. യഹോവ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടതുപോലെ, ദയ കൊണ്ടപോലെ അവനെ മറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ നമ്മളോട് പറയുന്നത്, put on the full armor of God. ഹല്ലേലൂയ. ശത്രുവിനെ എതിർക്കുവാനുള്ള ഹല്ലേലൂയ സർവായുധ വർഗ്ഗം നമ്മൾ ധരിക്കുക.
ഹല്ലേലൂയ. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നമുക്കറിയാം മോശ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഡു നോട്ട് ഫിയർ, നിങ്ങൾ ഭയപ്പെടേണ്ട, സ്റ്റാൻഡ് ബൈ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ രക്ഷ കാണാൻ പോവുക. ഹല്ലേലൂയ. ഓറിക്കോ റസി എന്ന് കണ്ട ശത്രുവിനെ നിങ്ങൾ ഒരിക്കലും കാണുകയില്ല. ആമേൻ. കാലാബശേക്കോ റസിയ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ആരെല്ലാം ഹല്ലേലൂയ ഈ സങ്കീർത്തനം 11 അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, അടിയൻ അറിയുന്നില്ല. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ കരം ഹല്ലേലൂയ ഇന്ന് രാത്രി ആ വിഷയങ്ങളുടെ മേൽ ചലിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിലടിയെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ സർവായുധ വർഗം ധരിക്കുക. ഹല്ലേലൂയ. ഓറിക്കോ റസിയ. നമുക്കെതിരെയുള്ള എല്ലാ ബാറ്റിൽസും അത് ദൈവത്തിന് വിരോധമാണ്. ഹല്ലേലൂയ. നമ്മള് ഡ്യൂട്രോണമി 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണും, ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെ രഥങ്ങളെ നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. പുരാല സക്കാരബ റേധാലുരേഗേ ഷിക്കോ റസി അതിന് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഹല്ലേലൂയ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഓരോ വിഷയവും കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ സങ്കീർത്തനം 11 ഉള്ളിൽ തന്ന തോട്ട്സ് ആണിത്. പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, പല കാര്യങ്ങളിലും നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ ഉറയ്ക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ ചിന്തകളിലാണ് അദുരസ്യ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രത്യേകം അത് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അദുരസിക്കോ റസിഖാലബ മനുഷ്യന്റെ ശബ്ദമല്ല. അദുരസിക്കോ റസ്യ പരിശുദ്ധാത്മാവ് തരുന്ന ഹല്ലേലൂയ സ്റ്റെപ്സ് അനുസരിച്ച്, പരിശുദ്ധാത്മാവ് തരുന്ന വചനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വളരെ ചെയ്യുന്നവർ പറയുന്ന വാക്കുകൾ പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളും വലിയ അബദ്ധങ്ങളിലും നമ്മളെ കൊണ്ടിടാറുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റിലേക്ക് ആ വചനം ചെല്ലണമെന്ന് പറയും. നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ 3 ഹൃദയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിത്ത് വീണതിനെ കുറിച്ച്, അത് നല്ല നിലത്ത് വീണു, മുള്ളുകൾക്കിടയിൽ വീണു, പാറപ്പുറത്ത് വീണു, വഴിയരികെ വീണു, അല്ലെ? ഹല്ലേലൂയ. On the wayside ground, shallow ground, thorny ground, good ground. ഹല്ലേലൂയ. പക്ഷെ നല്ല നിലമായ ഹൃദയം നമ്മൾ ഒരുക്കപ്പെട്ടതായിരിക്കണം. ആ ഹൃദയത്തിൽ നമ്മൾ മറിയെ കുറിച്ച് പറഞ്ഞവൾ വചനം സംഗ്രഹിച്ചു വെച്ചു. അങ്ങനെ വചനം നമ്മുടെ ഉള്ളിൽ സംക്രമിച്ചു വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, നമ്മൾ എന്താണ് കേൾക്കുന്നത്. 24 hours ആ അവേഴ്സിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതാണ് ദൈവമക്കളെ. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ പലപ്പോഴും നമ്മുടെ പ്രയാസഘട്ടങ്ങളിലൊക്കെ ആ ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ ചിന്തകളെ നമ്മൾ വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അപ്പൊ ഈ ഹൃദയം വചനങ്ങൾ കൊണ്ട് നിറയ്ക്കണം. വചനങ്ങൾ എപ്പോഴും ധ്യാനിക്കുന്ന ഹൃദയമായി മാറണം. ഹല്ലേലൂയ. നമ്മളൊരു വചനം, നമ്മളിപ്പോൾ ശുശ്രൂഷയിൽ നമ്മളൊരു റേമാ വേർഡ് കേട്ടു, ഒരു വചനം കേട്ടു. അത് കേട്ട അപ്പം തൊട്ട് ശത്രുവിന്റെ പദ്ധതി എന്താണ്? ഈ വചനം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അത് പുറത്ത് കളയണം. ഹല്ലേലൂയ. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എക്സാമ്പിൾ നമ്മൾ പറയാം, ചേർച്ചിൽ നമ്മളൊരു വചനം കേട്ടു, പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മൾ ആരാധിച്ചു. ആ റേമാ വേർഡ് കേട്ട് തുള്ളിച്ചാടി ഭവനത്തിൽ വന്നപ്പോഴാ അവിടുന്ന് വീട്ടിലുള്ള എല്ലാവരും കൂടെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് കുറേ അങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ. ആ ദേശത്തിൽ നമ്മളും കുറേ അങ്ങ് പറഞ്ഞു. കേട്ട വചനം എവിടെ പോയി? അത് ഒഴുകിപ്പോയി. അത് അവിടെ ഇരുന്ന് ഫലം കായ്ക്കുവാൻ. ഹല്ലേലൂയ. ഇതുപോലത്തെ പല പല പ്രതികൂലങ്ങൾ, പ്രത്യേകിച്ച് ദൈവമക്കളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു വിഷയത്തിൽ ഒരു നന്മ നമ്മുടെ കയ്യിൽ വരുന്നതിന് തൊട്ട് മുന്നേ, ഹല്ലേലൂയ, നമ്മളൊരു വാഗ്ദത്തത്തിൽ
ഹൃദയത്തിൽ കയറുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊരു സ്പിരിച്വൽ റലത്തിലേക്ക് നമ്മൾ കയറുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമുക്ക് വരും. അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തി കൊടുത്തേ മതിയാവും. നമ്മുടെ തോട്ട്സ് നമുക്കിപ്പോ ശരിക്കും പറഞ്ഞു നമുക്ക് ലിറ്ററലി നമുക്ക് ആരുമായിട്ട് പുതിയ നിയമത്തിൽ നമുക്ക് ഫൈറ്റ് ഇല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ഫൈറ്റ് ആക്ച്വലി ഈസ് ഇൻസൈഡ് ദ തോട്ട്സ് ഇൻസൈഡ് അവർ മൈൻഡ്, ദ ഫ്ലെഷ്ലി മൈൻഡ് ആൻഡ് ദ സ്പിരിച്വൽ മൈൻഡ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ എത്രമാത്രം ജയിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ സ്പിരിച്വലി നമ്മൾ വളരുന്നത്, നമ്മുടെ ഓരോ സിറ്റുവേഷൻസിനെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിറ്റില് എന്ത് പോകുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ സ്പിരിച്വൽ വളർച്ച. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ തോട്ട്സ് നല്ല നിലത്തിൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ ശക്തീകരിക്കണം, നമ്മൾ ബലപ്പെടുത്തണം. ഹല്ലേലൂയ. കിട്ടുന്ന വചനത്തെ നമ്മൾ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതാണ് ആ പാരബിൾ യേശു കർത്താവ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഹൃദയത്തെ നമ്മൾ സംക്രമിച്ച് ഹല്ലേലൂയ ഞാൻ വിട്ടുകളയത്തില്ല, എന്നോടുള്ള ദൂത് ഞാനത് ഏറ്റെടുക്കുന്നു, ഞാൻ അത്ഭുതം കാണാൻ പോവുക, ഞാൻ നന്മ കാണാൻ പോവുക. ജീവനോടിരുന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ അനേക രോഗികളെ സൗഖ്യം അനേക രോഗികളെ സൗഖ്യമാക്കാൻ പോവുക. എന്റെ കൂടെ ലോകത്തുള്ളവരെക്കാൾ വലിയവൻ എന്റെ ഉള്ളിലിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയ അഭിഷേകത്താൽ ഞാൻ ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ നമ്മളോട് തന്നെ പറയണം. ഹല്ലേലൂയ. എക്സാമ്പിൾ ഞാൻ ഒരു ടെസ്റ്റിമണി പറഞ്ഞു. കർത്താരദാസൻ വന്നു, കർത്താരദാസനിലേക്ക് ഞാൻ കൊടുക്കാം. കെനത്ത് ഹേഗനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കണു. കെനത്ത് ഹേഗൻ എന്ന് പറഞ്ഞ ഒരു ഫോറിൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർ, ഹി വാസ് വെരി ഫേമസ്. എന്താ പറയുക, ഒരുപാട് ലക്ഷങ്ങൾ ആത്മാക്കളെ നേടിയ ഒരു ദേവദാസനാണ്. ആ ദേവദാസൻ വളരെ വാതരോഗിയായി വർഷങ്ങളോളം കിടന്ന ഒരു രോഗിയായിരുന്നു. ഹല്ലേലൂയ. താൻ ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കയിൽ കിടക്കുമ്പോൾ താൻ ഇങ്ങനെ പറയും, ഒരു ദേവദാസൻ വന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗസൗഖ്യത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ആ വചനങ്ങൾ എന്നും ആ ദേവദാസൻ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. താൻ എന്നിട്ട് ഒരു പേപ്പറില് താൻ ഈ മേശയിൽ ഇരുന്ന് കോഫി കുടിക്കുന്ന ഒരു ഫോട്ടോ ആ റൂമിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. താൻ അത് നോക്കി വിശ്വാസ വാക്കുകൾ ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു. താൻ എഴുന്നേറ്റ് നടക്കും, താൻ എഴുന്നേറ്റ് അനേക രോഗികളെ സൗഖ്യമാക്കുന്നു, അനേകരോട് സുവിശേഷം പറയുന്നു, അനേക രാജ്യങ്ങൾ ട്രാവൽ ചെയ്യുന്നു. ആ ഫോട്ടോയിൽ കണ്ട് താൻ വിശ്വാസത്താൽ ഹല്ലേലൂയ ചിലത് പ്രൊക്ലെയിം ചെയ്തപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വീട്ടുകാർ ഒത്തിരി കളിയാക്കി. ഹല്ലേലൂയ. പക്ഷേ ഒരു ദിവസം ആ കെനത്ത് ഹേഗൻ എന്ന ദേവദാസൻ എഴുന്നേറ്റ് ഇതുപോലെ മേശയിൽ ഇരുന്ന ഹല്ലേലൂയ കോഫി ഇരുന്നു കൊണ്ട് കുടിച്ചു. അത് കഴിഞ്ഞ് ലക്ഷങ്ങളെ ആത്മാക്കളെ നേടുവാൻ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു ദൈവമക്കളെ. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ഉള്ളിലിട്ട് നമ്മള് വചനത്തെ നമ്മൾ ചിന്തിക്കുകയാണ്, വചനത്തെ നമ്മൾ പ്രൊക്ലെയിം ചെയ്യുകയാണ്, വചനത്തെ നമ്മൾ എന്താ പറയാ മറ്റുള്ളവരോട് പറയുകയാണ്. വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ അത്രക്കാരായാൽ മാത്രമേ നമുക്കൊരു ചെറിയ ശുശ്രൂഷയെങ്കിലും ചെയ്യാൻ പറ്റൂ. മറ്റുള്ളവരെ അവരുടെ പ്രയാസങ്ങൾ നമുക്കൊന്ന് താങ്ങുവാൻ ഒരു വിശ്വാസത്തിന്റെ വാക്കെങ്കിലും നമുക്ക് പറയണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾ വിചാരങ്ങൾ എല്ലാം ദൈവവചനമായി. അതുകൊണ്ടാണ് പറഞ്ഞത്, രക്ഷിക്കപ്പെട്ടവരല്ല, ആത്മാവിൽ ജനിച്ചവരല്ല, ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. ഹല്ലേലൂയ. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആ 7 കാര്യങ്ങളും പറയുവാൻ മുഴുവൻ സമയമില്ല. കുറച്ച് ഗൂഗിളിന്റെ പ്രശ്നം കാരണം എറർ സംഭവിച്ചു. എന്നോട് ക്ഷമിക്കുക. ഈ വർഷങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കേട്ട വചനം പോലെ സങ്കീർത്തനം 11 ദൈവം സംസാരിച്ചുവല്ലോ അപ്പ. ഹല്ലേലൂയ.
ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, നെഹമ്യാവ് മതിൽ പണിയുവാൻ ശക്തമായി ഒറ്റയ്ക്ക് ദൈവത്തിന്റെ വാക്ക് കേട്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് നിന്ന് ആ മതില് പണിതത് പോലെ കർത്താവിന്റെ കടന്നു വന്ന എല്ലാ മക്കളും ആരും തനിക്ക് ജീവിത അവസ്ഥകൾ, ജീവിത പ്രതികൂലങ്ങൾ കണ്ട് തിരിഞ്ഞോടാതെ ഉറച്ചു നിന്ന്, ഉറപ്പോടെ നിന്ന്, സ്ഥിര മനസ്സോട് നിന്ന്, സ്റ്റെഡ്ഫാസ്റ്റ് ആയി സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡോട് കൂടി വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് തങ്ങളെ ഏൽപ്പിച്ച പദ്ധതി നിറവേറുവാൻ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ആദ്യമോട് ഇത്രത്തോളം പരിശുദ്ധാത്മ നടത്തിയല്ലോ. അവിടെ ദാസൻ ശുശ്രൂഷിക്കാൻ പോകുന്നു. കർത്താവേ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനയെ ആശ്ചര്യപ്പിച്ചുകൊണ്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞാൻ കൊടിച്ചു വെച്ചു യേശു ക്രിസ്തുവിന്റെ അതി പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ്